ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു എക്സാമിനർ. യെസ്, അപ്പോൾ ആഫ്റ്റർ പ്ലസ് ടു IT മേഖലയിലേക്ക് പോകാൻ താല്പര്യമുള്ള ഒരുപാട് പേര് നമുക്ക് ചുറ്റുണ്ട് അല്ലെ. യെസ്, അപ്പം അവര് ഏറ്റവും കൂടുതൽ ഇപ്പം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സാണ് BCA. ഇനി നമുക്ക് നോക്കാം BCA കുറിച്ച്. യെസ്, ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ BCA. സാധാ പോലെ എന്താ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ IT ബേസ്ഡ് ആയിട്ടുള്ള ഒരു സാധാ ഒരു ഡിഗ്രി തന്നെയാണ്. അത് 3 വർഷം അല്ലെ 3 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി തന്നെയാണ് BCA എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ മക്കൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പലർക്കും ഉണ്ടാവുന്ന ഒരു മെയിൻ ഡൗട്ടാണ് ഇവിടെ ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അല്ലെ. ഈ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് മാത്രമാണോ BCAക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ BCA ജോയിൻ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്താണ് കമ്പ്യൂട്ടർ സയൻസ് എടുത്തവർക്ക് മാത്രമാണോ, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് കാര്യങ്ങൾ മക്കൾക്ക് ഉണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ ഓർക്കണം, ആ ഒരു ക്രൈറ്റീരിയ നിലവിലുള്ള യൂണിവേഴ്സിറ്റി ഉണ്ട്. അതായത് ചില യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് സയൻസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ചെയ്തവർക്ക് മാത്രമേ BCA ചെയ്യാൻ അല്ലെങ്കിൽ BCA അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ എന്നുണ്ട്. പക്ഷേ നമുക്ക് മറ്റൊരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് പ്രൈം കോളേജസ് ഉണ്ട്, ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. മറ്റേത് സ്ട്രീമിലുള്ളവർക്കായാലും, ഹ്യൂമാനിറ്റീസ് ആയാലും കൊമേഴ്സ് ആയാലും ആർക്കായാലും നമുക്ക് BCAക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരുപാട് കോളേജസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് നമുക്കുണ്ട് എന്ന് മക്കൾ ആദ്യം മനസ്സിലാക്കുക. ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം BCAയുടെ സിലബസിനെ കുറിച്ചാണ്. ഇപ്പൊ പറഞ്ഞ പോലെ പല യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് സിലബസിൽ ചേഞ്ചസ് ഉണ്ടെങ്കിലും മെയിൻ ആയിട്ട് ഈ ഒരു സിലബസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതിൽ കൃത്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ഫസ്റ്റ് തന്നെ നമ്മുടെ പ്രോഗ്രാം ലാംഗ്വേജസിനെ കുറിച്ചാണ്. C++ ആയാലും ജാവ ആയാലും പൈത്തൺ ആയാലും അതൊക്കെ നമുക്ക് ഈ BCAയുടെ കൂടെ പഠിക്കേണ്ട കാര്യമാണ്. അതിനുശേഷം നമ്മുടെ ഇപ്പൊ നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും അല്ലെ, നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് അല്ലെ, AI-നെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ് കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ച് പഠിക്കാനുണ്ട്. അങ്ങനെ ഒരു കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് IT റിലേറ്റഡ് ആയിട്ടുള്ള ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ നമുക്ക് വേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ ഒരു സിലബസിൽ BCAയുടെ സിലബസിൽ മെയിൻ ആയിട്ട് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. സോ ഇതുകൊണ്ട് തന്നെ മക്കൾ ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇതൊരു തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സസ് കാര്യമല്ല അല്ലെ. കൂടുതലായിട്ടും നമുക്ക് എന്താണ് പ്രാക്ടിക്കൽ നോളജ് ആണ് ഇവിടെ ആവശ്യമുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താണ് ഒരു കോളേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രാക്ടിക്കൽ നോളജ് നമുക്ക് എത്രത്തോളം അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ അക്വയർ ചെയ്യാൻ വേണ്ട എല്ലാ ഒരു ഫെസിലിറ്റീസും ആ ഒരു കോളേജിൽ ഉണ്ടോ എന്നുള്ളതാണ് മക്കൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. സോ ഇവിടെ ഈ BCAയിൽ നമ്മൾ പഠിക്കുന്ന ഈ സിലബസ് ബേസ് തന്നെ അല്ലെങ്കിൽ ഈ ടോപ്പിക്സ് ബേസ് തന്നെ നമുക്ക് ഒരുപാട് ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ കരിയർ ഓപ്ഷൻസ് ആണ് നമുക്ക് മുന്നിൽ ഉള്ളത്. അതായത് ഒന്നുമില്ല, നമ്മൾ ജോബ് റിലേറ്റഡ് ആയിട്ട് നോക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് വെബ് ഡെവലപ്മെന്റ് ആയാലും അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആയാലും അല്ലെങ്കിൽ ഡാറ്റ അനലിസ്റ്റിന്റെ കേസസ് ആയാലും അല്ലെങ്കിൽ എന്താണ് സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് ആയാലും അല്ലെങ്കിൽ എന്താണ് IT ഫീൽഡ് IT ഹെൽപ്പിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിലായാലും എല്ലാത്തിലും നമുക്ക് ഒരുപാട് ജോലി സാധ്യതകൾ നമുക്ക് ഈ BCAയിലൂടെ കിട്ടുന്നുണ്ട്. ദെൻ ആഫ്റ്റർ ഈ BCA നമുക്ക് പെട്ടെന്നൊരു ജോബ് വേണ്ട, വീണ്ടും ഹയർ സ്റ്റഡീസിന് പോകണം അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് MCAക്ക് പോവാം, മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ചെയ്യാം. ദെൻ അതല്ലെങ്കിൽ IT ഫീൽഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസിൽ നമുക്ക് MBA ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സയൻസ് ബേസിൽ നമുക്ക് MSCയിലേക്കൊക്കെ പോകാൻ പറ്റുന്ന സാധ്യതകളും BCAയിലുണ്ട് എന്ന് മക്കൾ മനസ്സിലാക്കി വെക്കുക. സോ ഇവിടെയും മക്കൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള ആ ഒരു കേസ് തന്നെയാണ് നമ്മളെ കോളേജസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് സെലക്ട് ചെയ്യുന്ന കേസാണ്. അതായത് നമ്മളിപ്പം നന്നായിട്ട് പ്ലേസ്മെന്റ് അല്ലെങ്കിൽ അക്കാദമിക്കലി നമ്മളെ അല്ലെങ്കിൽ എന്താണ് പ്ലേസ്മെന്റ് ഓറിയന്റഡ് ആക്കുന്ന നല്ല രീതിയിലുള്ള കോളേജസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് സെലക്ട് ചെയ്തുകൊണ്ട് വേണം മക്കൾ BCAയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ആഡ് ഓൺ കോഴ്സസും മക്കൾക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ മക്കൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ആഡ് ഓൺ കോഴ്സസിന്റെ കേസ് പറയുകയാണെങ്കിൽ ആഡ് ഓൺ കോഴ്സസിന്റെ കേസസ് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എന്താണ് സൈബർ സെക്യൂരിറ്റീസ് ആയാലും അല്ലെങ്കിൽ എന്താണ് റോബോട്ടിക്സ് ആയാലും ദെൻ അതുപോലെ തന്നെ എത്തിക്കൽ ഹാക്കിങ്ങിന്റെ കേസസ് ആയാലും അങ്ങനെ ഒരുപാട് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയാലും ഒരുപാട് ആഡ് ഓൺ കോഴ്സസ് നമുക്ക് BCAയുടെ കൂടെ ചെയ്യാൻ പറ്റും. സോ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മക്കൾ മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം മാത്രം BCA എന്ന് പറയുന്ന ഡിഗ്രി നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട്. അതുവരെ ബൈ.